ആരെങ്കിലും 2 പെൺകുട്ടികളെ നന്നായി പോറ്റി വളർത്തിയാൽ, ഇത് ഉമ്മാക്കും ഉപ്പാക്കും സഹോദരന്മാർക്കുമൊക്കെ ബാധകമായിട്ടുള്ള വേർഡാണ്. 2 പെൺകുട്ടികളുടെ കാര്യം നന്നായി ശ്രദ്ധിച്ച് അവരെ പോറ്റി വളർത്തിയാൽ, ഹത്താ തബ്ലുഗ, അവർ പ്രായപൂർത്തിയാകുന്നതുവരെ അല്ലെങ്കിൽ അവരെ കല്യാണം കഴിപ്പിച്ചു വിടുന്നതുവരെ, ജാഅ യൗമൽ ഖിയാമത്തി അന വഹുവ വദമ്മ അസാബിഅഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ 2 വിരലുകൾ ഉയർത്തി കാണിച്ചിട്ട് അതിനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഈ 2 വിരലുകൾ എങ്ങനെയാണോ അടുത്ത് നിൽക്കുന്നത് അതേപോലെ ഖിയാമത്ത് നാളിൽ ഞാൻ അവരുടെ കൂടെയായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു ബത്താൽ റഹിമഹുല്ല പറഞ്ഞ വളരെ ശ്രദ്ധേയമായ ഒരു വാക്കുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഹഖ്ഖുൻ അലാ മൻ സമിഅ ഹാദൽ ഹദീസ് അൻ യഅമല ബിഹി ലിയകൂന റഫീഖൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ജന്ന. ഈ ഹദീസ് കേൾക്കുന്ന ഏതൊരാളും ഇതനുസരിച്ച് പ്രവർത്തിക്കൽ അവരുടെ മേൽ ബാധ്യതയാണ്, ഖിയാമത്ത് നാളിൽ സ്വർഗ്ഗത്തിൽ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെയാകുവാൻ വേണ്ടി. വലാ മൻസിലത്തുൻ ഫിൽ ആഖിറ അഫ്ളലു മിൻ ദാലിക്, ഇതിനേക്കാൾ അഫ്ളലായ മറ്റൊരു ദർജയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയാവുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ദർജ വേറെന്താണുള്ളത്? അത് ആർക്ക് ലഭിക്കുന്നതാണ്? പെൺകുട്ടികളെ നന്നായി പോറ്റി വളർത്തുന്ന ആളുകൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അത്രയും വലിയ ദർജ പരലോകത്ത് ഈ ആളുകൾക്കുണ്ട്. പെൺകുട്ടികളെ പരിഗണിക്കുന്നവർക്കും അവരെ നന്നായി പോറ്റി വളർത്തുന്നവർക്കുമുണ്ട്.